വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നു, സമരക്കാരെ പോലീസ് പിടികൂടുന്നു, അവരെ ലാത്തിചാർജ് നടത്തുന്നു. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യക്ക് സമീപത്തായിട്ടാണ് ഈ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 4-5 കിലോമീറ്റർ മുഴുവൻ പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അത്രയധികം വിദ്യാർത്ഥികളാണ്, നമ്മൾ മനസ്സിലാക്കണം, വിദ്യാർത്ഥികളാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ഇതിൽ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുണ്ട്, വിവിധ മത്സര പരീക്ഷകൾ എഴുതിയ വിദ്യാർത്ഥികളുണ്ട്, പുനഃപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാവരുടെയും രോക്ഷമാണ് ഈ ഡൽഹിയിൽ ഈ സമരവേദിയിൽ നമ്മൾ കാണുന്നത്. ഡൽഹിയുടെ തെരുവിൽ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വലിയ പ്രതിഷേധം അരങ്ങേറുന്നു. പാർലമെന്റിന് തൊട്ടടുത്ത് വരെ പ്രതിഷേധക്കാരെത്തുന്നു. അവരെ പോലീസ് പിന്തിരിപ്പിക്കാനായിട്ട് വലിയ ശ്രമം നടത്തുന്നു. എന്നാൽ അത് നിരന്തരം പരാജയപ്പെടുന്നു. അത്രയധികം പോലീസ് കഷ്ടപ്പെടുന്നുണ്ട് ഈ ആളുകളെ പിരിച്ചുവിടാനായിട്ട്. സാധാരണ ഒരു പ്രതിഷേധം നടന്നാൽ പോലീസ് വിസിലടിക്കുമ്പോഴോ അല്ലെങ്കിൽ ലാത്തിചാർജ് നടത്തുമ്പോഴെല്ലാം പിരിഞ്ഞു പോകുന്നതാണ്. എന്നാൽ അവരാരും പിരിഞ്ഞു പോകുന്നില്ല. അവർ മുന്നോട്ട് വരുന്നു. ഒരു ജൻസി പ്രക്ഷോഭം പോലെ മുന്നോട്ട് വരികയാണ്. പാർലമെന്റ് സമീപത്തായിട്ട് ഈ ഒരു പ്രതിഷേധം നടക്കുന്നു. പോലീസ് നിരന്തരം അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നു. വലിയ പ്രതിഷേധം, കനത്ത പ്രതിഷേധം തന്നെ CJPയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ മടങ്ങിപ്പോകണം, അല്ലെങ്കിൽ തിരികെ പോകണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. ഇതിന് സമീപത്തായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസുണ്ട്. തൊട്ടടുത്തായിട്ട് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ഉണ്ട്. അതിന് സമീപത്തായിട്ടാണ് ഉള്ളത്. പോലീസിന് നേരെ കല്ലേറ് നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കല്ലും കുപ്പിയുമെല്ലാം എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. ആരാണ് എറിയുന്നത് എന്നൊന്നും അറിയില്ല. നിരവധി ആളുകളുണ്ട്, വിദ്യാർത്ഥികളാണ് ഭൂരിഭാഗവും. ഒരു 90% വിദ്യാർത്ഥികളാണ് ഈ സമരത്തിന്റെ ഭാഗമാകാനായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രതിഷേധം കനക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് CJPയും അതോടൊപ്പം തന്നെ മറ്റുള്ള സമരക്കാരും അറിയിച്ചിരിക്കുന്നത്. വിവിധ സംഘടനകളും ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ജന്തർ മന്ദറിലും പരിസര പ്രദേശങ്ങളിലും എത്തിയിട്ടുണ്ട്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുകയാണ്. ഇത് 5-6 റൗണ്ട് ടിയർ ഗ്യാസ് ആണ് പോലീസുകാർക്ക് നേരെ ഇപ്പോൾ സമരക്കാർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം പാർലമെന്റിന് സമീപത്തു നിന്ന് പ്രതിഷേധക്കാർ പിന്മാറുന്നില്ല. പാർലമെന്റിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇതാ വീണ്ടും ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുകയാണ്, കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ്. എന്നിട്ടും ഈ വിദ്യാർത്ഥികൾ തിരികെ പോണില്ല. പ്രതിഷേധവുമായി ഇവിടെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ട്. അതിനിടയിലാണ് പോലീസ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുന്നത്. വീണ്ടും പോലീസ് വാഹനം വരുന്നു, ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ രീതിയിൽ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നുണ്ട്. ദൃശ്യത്തിൽ കാണുന്നത് പോലെ നിരന്തരം നിരന്തരം പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയാണ്. കാരണം 50 മീറ്റർ അകലെയാണ് പാർലമെന്റ് ഉള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് ഈ പാർലമെന്റിന്റെ പരിസരത്ത് നിന്നും ഇവരെ പിരിച്ചുവിടേണ്ടതുണ്ട്, സമരക്കാരെ പിരിച്ചുവിടേണ്ടതുണ്ട്. അതുകൊണ്ട് നിരന്തരം പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയാണ്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വാഹനമാണ് ഈ കാണുന്നത്. ആ വാഹനത്തിൽ നിന്നാണ് ഇപ്പോൾ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ മടങ്ങിപ്പോകുന്നില്ല. അവർ വീണ്ടും ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ട് പ്രതിഷേധം കനക്കുന്നു. പോലീസ് അവർക്കെതിരെ വലിയ രീതിയിലുള്ള കനത്ത നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടിയർ ഗ്യാസ് ഉൾപ്പെടെ നിരന്തരം പ്രയോഗിക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവിടെ ഉണ്ട്, പരിസരത്തുണ്ട്. അവർ ഇപ്പോഴും പോയിട്ടില്ല. വലിയ പ്രതിഷേധം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഡൽഹിയിൽ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ 25 ദിവസത്തിലധികമായി ഡൽഹി ജന്തർ മന്ദറിലാണ് CJPയുടെ പ്രതിഷേധം തുടരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച ദിവസം പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു.